എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ സ്കോൾ കേരള +1 പ്രവേശന തീയതി നീട്ടി. അപ്പോൾ സ്കോൾ കേരള വഴിയുള്ള +1 പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷാ തീയതിയാണ് ഈ ഒരു സെപ്റ്റംബർ 6 തീയതി വരെ നീട്ടിയിട്ടുള്ളത്. സ്കോൾ കേരള .org എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2 ഓപ്പൺ റെഗുലർ, അത് +2 അല്ല +1 ഓപ്പൺ റെഗുലർ HSC +1 2024-26 ബാച്ചിലേക്കുള്ളതും അതുപോലെ ഓപ്പൺ പ്രൈവറ്റ് HSC +1 2024-26 ബാച്ചിലേക്കുമുള്ള രജിസ്ട്രേഷനാണ് വിദ്യാർത്ഥികൾക്ക് നിലവിൽ ചെയ്യാൻ സാധിക്കുക. 2 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏതെങ്കിലും കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വീണ്ടും +1 +2 വീണ്ടും പഠിക്കണം, മറ്റൊരു കോഴ്സിലേക്ക് 2 വർഷത്തെ കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കോൾ കേരള വഴി നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു +1 ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പാർട്ട് 3 രജിസ്ട്രേഷനാണ് അതിനായിട്ട് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് പാർട്ട് 3 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. പാർട്ട് 3 ഹയർ സെക്കൻഡറി രജിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ രജിസ്റ്റർ നൗവിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതായത് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് അക്ഷയ വഴിയോ മറ്റോ നിങ്ങൾ അപേക്ഷിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം അപേക്ഷ നൽകുന്ന സമയത്ത് തെറ്റരുത് എന്നുള്ള കാര്യം, അതായത് തെറ്റിപ്പോകരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി എന്താണ് സ്കോൾ കേരള എന്നുള്ള കാര്യം പറയാം. അത് നിങ്ങൾക്കിപ്പോൾ പ്രൈവറ്റ് കോളേജുകളിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതായത് പ്രൈവറ്റ് സ്കൂളിലൊക്കെ നിങ്ങൾ അതായത് ട്യൂഷൻ ഫീസൊക്കെ കൊടുത്ത് പഠിക്കുന്ന ആ ഒരു +1 എന്ന് പറയുന്നത് ഈ സ്കോൾ കേരളയുടെ +1 ആണ്. മുൻപ് ഓപ്പൺ സ്കൂൾ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ സ്കോൾ കേരള എന്നുള്ള രീതിയിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ നമുക്ക് നോക്കാം. ഈ ഒരു സർക്കുലർ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും സ്കോൾ കേരളയുടെ അതായത് +1 പ്രവേശന തീയതി നീട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു PDF നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു PDF ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് ഈ ഒരു ഡേറ്റ് നീട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്കോൾ കേരള മുഖേനയുള്ള 2024-26 ബാച്ചിലേക്കുള്ള ഹയർ സെക്കൻഡറി കോഴ്സുകളുടെ 1ാം വർഷ പ്രവേശന തീയതികൾ നീട്ടി. പേയില്ലാതെ വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 7 തീയതി വരെയും 60 രൂപ പേയോടുകൂടി സെപ്റ്റംബർ 13 തീയതി വരെയും ഫീസ് അടച്ച് രജിസ്ട്രേഷൻ ചെയ്യാം. ഓൺലൈൻ രജിസ്ട്രേഷൻ മാർഗ്ഗനിർദ്ദേശങ്ങൾ www.skolkerala.org എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായിട്ട് ഇതിനകം രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റ് അനുബന്ധ രേഖകളും 2 ദിവസത്തിനകം ജില്ലാ ഓഫീസുകളിൽ നേരിട്ടോ തപാൽ മാർഗമോ എത്തിക്കേണ്ടതാണ്. അന്വേഷണങ്ങൾക്കും അതുപോലെ സംസ്ഥാന ജില്ലാ ഓഫീസുകളിലെ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ കോൺടാക്റ്റ് നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോസ്പെക്ടസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതായത് ഇവിടെ താഴെയായിട്ട് തന്നെ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഇവിടെ ആ ഒരു ഹയർ സെക്കൻഡറി ഓപ്പൺ റെഗുലർ, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പ്രൈവറ്റ് രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ സ്പെഷ്യൽ കാറ്റഗറി 3 എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഗ്രൂപ്പ് B കോഴ്സ് ആണ് ലഭിച്ചതെങ്കിൽ മാത്തമാറ്റിക്സ് അഡീഷണൽ ആയിട്ട് പഠിക്കാം. കാരണം മാത്തമാറ്റിക്സ് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു എൻജിനീയറിംഗ് ഒക്കെ എഴുതാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ഓപ്പൺ റെഗുലർ കോഴ്സിൽ ഈ ഒരു സയൻസ് ആണുള്ളത്. അതിൽ സയൻസിൽ തന്നെ 3 കോമ്പിനേഷൻസ് ഉണ്ട്. ഹ്യൂമാനിറ്റീസ് ഉണ്ട്, അതിൽ 3 കോമ്പിനേഷൻസ് ഉണ്ട്. കൊമേഴ്സിൽ 4 കോമ്പിനേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹയർ സെക്കൻഡറി പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആണെങ്കിൽ അതിൽ ഹ്യൂമാനിറ്റീസും അതിന് 5 കോമ്പിനേഷനാണുള്ളത്. കൊമേഴ്സ് ആണെങ്കിൽ 1 കോമ്പിനേഷനാണ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ വഴി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കോൾ കേരള വഴി അതായത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ വഴി നിങ്ങൾക്ക് ഈ ഒരു +1 പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പ്രൈവറ്റ് കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ +1 പഠിക്കാം. അപ്പോൾ അത് സ്കോൾ കേരള വഴിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ സ്കോൾ കേരള വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ ആ ഒരു സ്കോൾ കേരള ഓഫീസിൽ എത്തിച്ച ശേഷം നിങ്ങൾക്ക് അതിൽ ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഓരോ ആഴ്ചയും 2 വീതം, അതായത് ആഴ്ചയിലെ ശനിയും ഞായറും ക്ലാസ് ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള SMS കാര്യങ്ങൾക്കും അതുപോലെ ക്ലാസ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സ്കോൾ കേരള ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ നമ്പർ വെബ്സൈറ്റിൽ ഇവിടെ അതായത് മുകളിലായിട്ട് തന്നെ പ്രത്യേകിച്ച് നൽകിയിട്ടുണ്ട്. അതായത് ഇവിടെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്.
അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് +1 ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ളത്. ഇനിയൊരു ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് അങ്ങനെ സ്കൂളോ മറ്റോ മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളിൽ വാക്കൻസി ഉണ്ടെങ്കിൽ പ്രിൻസിപ്പാളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വാക്കൻസി റിപ്പോർട്ട് തരും. അപ്പോൾ അതും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു തിരുവനന്തപുരത്തുള്ള അതായത് വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾ ഒരു നിവേദനം അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.